ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ അഗെയിൻ. നിങ്ങളുടെ SL ആണ്. നമ്മുടെ റീനീറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് ക്ലാസ് 11ലെ വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയ സമയത്ത് അതൊക്കെ അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. എനിക്കൊന്നു പ്രീവിയസ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് എനർജി പവർ. നിങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടാവും. വളരെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മുടെ റീനീറ്റ് എക്സാമിലേക്ക്. വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. സോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ നിങ്ങളുടേതായ എന്തെങ്കിലും ഡിമാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും ടോപ്പിക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഡിസ്കഷൻ ഒക്കെ നമുക്ക് ഈ അവസാന ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചറിന്റെ ടീം അത് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേണ്ട തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തിയറി ഭാഗങ്ങളൊന്ന് വേഗം ഒന്ന് പറഞ്ഞു. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. സാധാരണ എടുക്കുന്ന അത്ര സമയം പോലും നമുക്ക് ഈ ചാപ്റ്ററിന് ആവശ്യം വരില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം അഗെയിൻ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ വളരെ കുറഞ്ഞ തിയറികളേ ഉള്ളൂ. ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് എഫക്റ്റുകൾ, സ്ട്രെസ്, സ്ട്രെയിൻ, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ, അതിനെ പറയുന്ന ചില നിയമങ്ങൾ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ദെൻ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഇക്വേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ? നമ്മൾ ഫിസിക്സിൽ ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബോഡിയെ, എന്ത് വസ്തു ആവാം, നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ നീളമുള്ള ഒരു സ്ട്രിങ്, ഒരു വയറ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഒരു റബ്ബർ ബാൻഡോ ഒരു സ്റ്റീലിന്റെ വയറോ എന്തെങ്കിലും ഒരു സാധനം, അതിന്റെ ഒറിജിനൽ ലെങ്ത് എല്ലാം നമുക്ക് ആ വയറിനെ ഒരു അറ്റം പിടിച്ചു വലിക്കാം, മറ്റേ അറ്റം എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഒരറ്റം എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റേ അറ്റം പിടിച്ചു വലിക്കുമ്പോൾ അതിന്റെ ലെങ്തിലോ അതിന്റെ ഷേപ്പിലോ ഒക്കെ മാറ്റം വരാം. ഇതിപ്പോ സ്വാഭാവികമായിട്ടും നീളമുള്ള ഒരു വയറാണ് ഞാൻ പിടിച്ചു വലിക്കുന്നതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ലെങ്തിലാണ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. ലെങ്ത് ഇൻക്രീസ് ചെയ്തു, നമ്മൾ അതിനെ ഡീഫോം ചെയ്തു എന്നാണ് പറയാം. ഡീഫോം ചെയ്തു അല്ലെ? ആ ഫോഴ്സിനെ, നമ്മൾ ഇതിനെ പിടിച്ചു വലിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ? യെസ്, അതിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഇനി ആ ഡീഫോമിംഗ് ഫോഴ്സ് കൊണ്ട് അത് ഇച്ചിരി ലെങ്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ദെൻ നമ്മൾ ആ ഡീഫോമിംഗ് ഫോഴ്സ് അങ്ങ് വിട്ടുകളഞ്ഞു. കുറച്ചിങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ ആ ഫോഴ്സ് അങ്ങ് വിട്ടുകളയാണ്. ആ ബോഡിക്ക് എന്തായിരിക്കും സംഭവിക്കുക? ആ ബോഡിക്ക് ചിലപ്പോൾ ആ ബോഡി ആ വലിഞ്ഞു നിൽക്കുന്ന അവിടെ അങ്ങ് സ്റ്റോപ്പായി പോകും. അവിടെ അങ്ങ് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കും. ചിലപ്പോൾ ചില ബോഡികൾ നമ്മൾ പിടിച്ചു വലിച്ചങ്ങ് വിട്ടാൽ പഴയ പോലെ തിരിച്ചു വരും. എന്തായിരുന്നു അതിന്റെ പഴയ ലെങ്ത്, എന്തായിരുന്നു അതിന്റെ പഴയ കോൺഫിഗറേഷൻ, ആ കോൺഫിഗറേഷനിൽ വരാനുള്ള ഒരു ശ്രമം നടത്തും. ആ ശ്രമത്തെ, ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. സോ ഒരു ബോഡിയെ വലിക്കാനുള്ള കഴിവല്ല, ഒരു ബോഡിയെ വലിച്ചതിന് ശേഷം വിട്ടുകളഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ ആകുന്നുണ്ടോ, അതിന്റെ ഷേപ്പും സൈസും അതിന്റെ സ്ട്രക്ചറും ഒക്കെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ, ആ തിരിച്ചു വരാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെ തിരിച്ചു വരുന്ന ബോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡികൾ. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വാക്കുണ്ട്. ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാം. അതിന്റെ പേരാണ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിക് ബോഡികൾ എന്ന് പറയും. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉദ്ദേശമല്ല ഇവിടെ ഫിസിക്സിലെ ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബോഡിയെ പിടിച്ചു വലിക്കുന്നു, ഡീഫോം ചെയ്യുന്നു, ഡീഫോം ചെയ്തതിന് ശേഷം ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്നു. ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ ആ ബോഡി പഴയതുപോലെ തിരിച്ചു വരുന്നില്ല. ആ ബോഡി പിടിച്ചു വലിച്ച് ലെങ്ത് കൂടി അവിടെ അങ്ങ് സെറ്റായി പോവാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ബോഡികൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡികൾ. അപ്പൊ രണ്ട് പോയിന്റുകൾ മനസ്സിലായല്ലോ? യെസ്. അടുത്തതാണ് സ്ട്രെസ്സും സ്ട്രെയിനും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. അത് തന്നെ പലതരത്തിലുണ്ട്. നമുക്കത് പഠിക്കാൻ 3 തരത്തിലാണ്. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ഇതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ബൈ ഏരിയ. എത്ര ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എത്ര ഏരിയയിലേക്കാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവാനുള്ള എളുപ്പത്തിൽ നമ്മളിപ്പോ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒന്ന്,
ലോഞ്ചിറ്റ്യൂഡിനൽ. എന്തായിരിക്കും അത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും രണ്ടും ഉണ്ട്. നമുക്ക് സ്ട്രെയിനിലേക്ക് എന്നിട്ട് വരാം. സ്ട്രെസ്സിനെ കുറിച്ച് ആദ്യം പറയാം. എന്തായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നീളമുള്ള ഒരു വയറ് പോലത്തെ ഒരു സാധനം, അതിന്റെ ഒരു സൈഡിന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ, ഈ സൈഡിന്റെ ഏരിയ എ എന്ന് കൊടുക്കാം. അതിന് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ് പേര് വിളിക്കുക, ക്രോസ് സെക്ഷണൽ ഏരിയ. ദെൻ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, നമ്മൾ ഈ വയറിനെ പിടിച്ചു വലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയായിരുന്നു? ഡിവൈഡഡ് ബൈ എത്ര ഏരിയയിലേക്കാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ആ ഒരു റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അത് ലെങ്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പൊ എന്തായിരിക്കും അടുത്തത്? വോളിയമെട്രിക് സ്ട്രെസ്. വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു വോളിയം ഉള്ളൊരു വസ്തു ഉണ്ട്. മേ ബി ഒരു സ്പോഞ്ചി ബോൾ, ചെറിയൊരു ബോൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കതിനെ പിടിച്ചിങ്ങനെ അമർത്താനൊക്കെ പറ്റും, അത്തരത്തിലുള്ളൊരു ബോൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബോളിലേക്ക് ഞാനിങ്ങനെ കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയൊരു ബോൾ നിങ്ങളെ കയ്യിൽ പിടിച്ച പോലെ വിചാരിക്കും. എന്നിട്ട് ഞാൻ ആ ബോളിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ക്രഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ബോളിലേക്ക് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ട് അതിന് ഞാനിങ്ങനെ പിടിച്ച് അമർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഷേപ്പ് മാറുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ വീണ്ടും ഒരു ഡീഫോർമേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വോള്യത്തിൽ മാറ്റം വരുന്ന രൂപത്തിൽ എത്ര ഫോഴ്സ് കൊടുത്തു, എത്ര ഏരിയയിലേക്ക്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയയിലേക്കാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോള്യമെട്രിക് സ്ട്രെസ്. സോ ഇക്വേഷൻ വീണ്ടും എന്ത് തന്നെ? F/A. സ്ട്രെസിന്റെ ഇക്വേഷൻ വീണ്ടും F/A. ഇനി മൂന്നാമതാണ് ഷിയർ. ഷിയർ എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഷിയർ എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരു ബോക്സ് പോലത്തെ ഒരു സാധനത്തെ ഒരു ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഒരു ബോക്സ്. ഓക്കെ, ആ ബോക്സിന്റെ താഴത്തെ എൻഡ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊരു ബോക്സ് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ 3 ഡയമെൻഷനിലൊക്കെ ഇങ്ങനെ കാണിക്കാം, മേ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോൾ നല്ല ഒരുപാട് പേജുകളുള്ള 1000 പേജുകളൊക്കെയുള്ള വലിയ കട്ടിയുള്ള ബുക്കുകളുണ്ട്. ആ കട്ടിയുള്ളൊരു ബുക്ക് നമ്മളിങ്ങനെ കറക്റ്റ് അതിന്റെ സൈഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് നിങ്ങൾ ആ ബുക്കിന്റെ മുകളിൽ കൈവച്ചിട്ട് താഴോട്ടേക്ക് അമർത്താനല്ല, മുകളിൽ കൈവച്ചിട്ട് മുന്നോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ടാൻജൻഷ്യലി ഒന്ന് അമർത്തിയാൽ ആ ബുക്കിന്റെ ഷേപ്പ് നേരത്തെ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സാധനത്തിന്റെ ഷേപ്പ് ഇങ്ങനെ അങ്ങ് ഡിസ്റ്റോർട്ടഡ് ആയി പോവില്ലേ? ഇപ്പൊ നമുക്കതിന്റെ ഷേപ്പ് കാണാൻ പറ്റുന്നത് മേ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും. അങ്ങനെ ഷേപ്പ് മാറുന്ന രൂപത്തിൽ എത്ര ഫോഴ്സ് പെർ ഏരിയ അപ്ലൈ ചെയ്തു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു ഇക്വേഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയാലും വോളിയമെട്രിക് ആയാലും ഷിയറിംഗ് ആയാലും സ്ട്രെസ്സിന്റെ ഇക്വേഷനിൽ മാറ്റമില്ല. സ്ട്രെസ് ഈസ് ഓൾവേസ് ഫോഴ്സ് ബൈ ഏരിയ. പറഞ്ഞു പോകില്ലല്ലോ. ഇനി എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് കാരണം ബോഡിക്കുണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ മെഷർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ്. എന്താണ് ഈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ? ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ബോഡിയുടെ ലെങ്തിലോ വോള്യത്തിലോ ഷേപ്പിലോ ഒക്കെ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. നമുക്ക് ലെങ്ത് എടുത്ത് വീണ്ടും പറയാം, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ ലെങ്ത് L ആണെന്ന് വിചാരിക്കൂ. റെഡി? എല്ലായിരുന്നു ഒറിജിനൽ ലെങ്ത്. ഞാൻ ഇതിനെ പിടിച്ചു വലിച്ചപ്പോൾ ഇതിന്റെ ലെങ്ത്തിൽ ഇത്രയും ഒരു ചേഞ്ച് സംഭവിച്ചു. ആ ചേഞ്ചിനെയാണ് ഞാൻ ഡെൽറ്റ L എന്ന് പറയുന്നത്. സോ L ആയിരുന്നു ഒറിജിനൽ നീളം, പിടിച്ചു വലിച്ചപ്പോൾ കുറച്ച് നീളത്തിൽ ചേഞ്ച് വന്നു. ആ ചേഞ്ച് വന്നത് ഡെൽറ്റ L. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഞാൻ അടുത്തൊരു പേജിലേക്ക് എഴുതാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ L ബൈ L എന്നായിരിക്കും. ലെങ്ത്തിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ അതിന് ആദ്യമേ ഉണ്ടായിരുന്ന ലെങ്ത്. എന്നാൽ എന്തായിരിക്കും വോള്യമെട്രിക് സ്ട്രെയിൻ? വോള്യമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വോള്യത്തിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യം. അവിടെ വോള്യമാണ് മാറുന്നത്. എന്നാൽ എന്തായിരിക്കും ഷിയർ സ്ട്രെയിൻ? ഷിയർ സ്ട്രെയിൻ അളക്കാൻ നമുക്ക് വീണ്ടും നമ്മൾ ആ പിക്ചർ ഒന്ന് വരച്ച് നോക്കാം, അപ്പോഴാണ് അത് ക്ലിയർ ആവുക. ഇതാണ് നമ്മുടെ സർഫേസ്. സർഫേസിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം വെച്ചിരിക്കുകയായിരുന്നു, ഒരു പെട്ടി പോലെ. ഓക്കെ, ഇതിന്റെ ഈ സൈഡിന്റെ ലെങ്ത് എല്ലാം ഞാൻ ഇതിന്റെ ഈ ടാൻജൻഷ്യലി ഇവിടത്തേക്ക് ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ
ഇതിന്റെ ഒരു ഷേപ്പിൽ ഒരു മാറ്റം സംഭവിച്ചു. ഇനി നേരത്തെ നേരെയുള്ള പെട്ടി, അതിന്റെ താഴ്ഭാഗം ഫിക്സ്ഡ് ആണ്. താഴ്ഭാഗം ഫിക്സ്ഡ് ആയതുകൊണ്ട് താഴ്ഭാഗത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല, മുകൾ ഭാഗം മൂവ് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുകളിൽ വന്ന ഒരു ഷിഫ്റ്റ് ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. നീളത്തിൽ അവിടെ അത്രയും ഒരു ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എഗെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ആയിരിക്കും. എന്താ ഡെൽറ്റ എൽ? നമ്മൾ ഈ പുഷ് ചെയ്തത് കാരണം ഈ മുകളിലത്തെ എഡ്ജിനുണ്ടായ ഷിഫ്റ്റ് ഡിവൈഡഡ് ബൈ ഈ സൈഡിന്റെ നീളം, ആ ഒരു റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെയിൻ. അത് നമ്മൾ ഇവിടെയുള്ള ഈ ആംഗിള് തീറ്റ എന്ന് മെഷർ ചെയ്താൽ ആ ആംഗിളിനനുസരിച്ച് നമുക്ക് ഈ സാധനം പറയാം. ദിസ് ഈസ് ആംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിള് പോലെ ഇമാജിൻ ചെയ്താൽ, ഒരു സർക്കിൾ പോലെ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ, ഇത് ആ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് അല്ലേ, ഇത് ആ സർക്കിളിന്റെ റേഡിയസും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ. അപ്പൊ നമ്മൾ ആക്ച്വലി എഴുതിയിരിക്കുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ. ആർക്ക് ലെങ്ത് ബൈ റേഡിയസിനെ ആംഗിൾ എന്ന് വിളിച്ചൂടെ? സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു തീറ്റ. മനസ്സിലായോ? അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും 3 ടൈപ്പ് ഉണ്ട്. സ്ട്രെസ്സിന് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ഏത് സിറ്റുവേഷനിലായാലും സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അത് ലെങ്ത്തിൽ വന്ന മാറ്റമാവാം, വോള്യത്തിലോ ഷേപ്പിലോ വന്ന മാറ്റമാവാം. എന്നാൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഇക്വേഷൻസ് ഓരോ സിറ്റുവേഷനിലും വേറെ വേറെ മാറി വരുന്നുണ്ട്. ലെങ്ത്തിലാണ് മാറ്റം വരുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് എന്തായിരുന്നു? ഡെൽറ്റ എൽ ബൈ എൽ അല്ലെ. ഇനി വോള്യത്തിലാണ് മാറ്റം വരുന്നതെങ്കിലോ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി. ഇനി ഷേപ്പിലാണ് മാറ്റം വരുന്നതെങ്കിലോ അത് ഈ ഡെൽറ്റ എൽ പിക്ചറിലൂടെ മനസ്സിലാക്കണം, ഡെൽറ്റ എൽ ബൈ എൽ. അതിനെ നമുക്ക് തീറ്റ എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ഹൂക്സ് ലോ. എന്താണ് ഹൂക്സ് ലോ? ഹൂക്സ് ലോ പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഞാൻ വേഗം കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ബോഡിയെ പിടിച്ചു വലിക്കാം, വിടാം, തിരിച്ചു വരും. വീണ്ടും കൂടുതൽ പിടിച്ചു വലിക്കാം, വിടാം, തിരിച്ചു വരും. അപ്പൊ ചോദ്യം, എത്ര വേണമെങ്കിലും വലിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കുറെ വലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? കുറെ വലിച്ചാൽ ചിലപ്പോൾ ആ ബോഡി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത് ഒരു പ്രത്യേക ഫോഴ്സിന്റെ അകത്താണ്. അതിന് താങ്ങാൻ കഴിയുന്ന ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകും. അതിലും അധികം നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചാൽ അത് പിന്നെ ഇലാസ്റ്റിസിറ്റി അല്ല കാണിക്കുക, ആ ബോഡി പൊട്ടിപ്പോവാണ് ചെയ്യുക. സോ പൊട്ടിപ്പോവാതെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതാണ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഹൂക്സ് ലോ വാലിഡ് അല്ല. സോ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയാം. ആ കോൺസ്റ്റന്റിനെ വിളിച്ച പേരായിരുന്നു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് അതിനൊരു ഇക്വേഷൻ മാറ്റി എഴുതിയാലോ? ഇ എന്ന് പറയുന്നതിന് നമുക്ക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതാണ് ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു 3 തരം സ്ട്രെസ് ഇല്ലേ, അതിനനുസരിച്ച് 3 തരം സ്ട്രെയിനും ഇല്ലേ. 3 തരം സ്ട്രെസ് ഉണ്ടെങ്കിലും ഇക്വേഷൻ സെയിം ആയിരുന്നു, ബട്ട് 3 തരം സ്ട്രെയിനുകൾക്ക് വേറെ വേറെ ഇക്വേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന റേഷ്യോ എടുക്കുമ്പോഴും അത് 3 ടൈപ്പ് ഉണ്ടാവില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒന്ന് യങ്സ് മോഡുലസ്, മറ്റൊന്ന് ബൾക്ക് മോഡുലസ്, മറ്റൊന്ന് ഷിയർ മോഡുലസ്. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്തായിരിക്കും യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നതിന്റെ സിമ്പൽ Y എന്നാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ് വരേണ്ടത്. എന്തായിരുന്നു സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് F/A ബൈ ലെങ്ത്തിൽ വന്ന മാറ്റം ഉപയോഗിച്ച് നമ്മൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുക്കുക. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. എനിവേ അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, ബട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കണം. അപ്പോൾ F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. ഇത് നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്തത് എങ്ങനെയുണ്ടാകും? FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എൽ. ഇതാണ് യങ്സ് മോഡുലസ് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തതാണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് പറയുമ്പോൾ വീണ്ടും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, B എന്നാണ് സിമ്പൽ, ബട്ട് അവിടെ നമ്മൾ എടുക്കുക വോളിയോമെട്രിക് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. വോളിയോമെട്രിക് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ F/A എന്നല്ലേ? എല്ലാ സ്ട്രെസ്സും F/A അല്ലേ? വോളിയോമെട്രിക് സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? പറഞ്ഞോ, എന്തായിരുന്നു? യെസ്, ഡെൽറ്റ V ബൈ V. അപ്പോൾ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ FV ഡിവൈഡഡ് ബൈ A
ഡെൽറ്റ വി എന്നും എഴുതാം. ഇതായിരിക്കും ബൾക്ക് മോഡുലസ്. സംഭവം എന്ത് തന്നെ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ്സിന് പകരം എന്ത് കൊടുക്കുക? എഫ് ബൈ എ. സ്ട്രെയിനിന് പകരം വോളിയം സ്ട്രെയിൻ. മൂന്നാമത്തതാണ് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസിന്റെ സിമ്പിൾ നമ്മൾ ജി എന്നാണ് പറയുക. അഗൈൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് വീണ്ടും എഫ് ബൈ എ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഓർമ്മയുണ്ടോ? ഷിയർ മോഡുലസ് നമ്മൾ തീറ്റ എന്നല്ലേ നമ്മൾ സ്ട്രെയിനിന് എഴുതിയത്. സോ ഇത് നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എഫ് ഡിവൈഡഡ് ബൈ എ തീറ്റ എന്നും പറയും. അപ്പോൾ ഈ 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റികളും ബേസിക്കലി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അത് ഏത് ടൈപ്പ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻസ് എഴുതാം. അവസാനത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെയാണ് ഇതിലെ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്നത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കാം, നമുക്കത് കാണാം. സോ നിങ്ങളും പ്രീ നീറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് കുറച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ലെങ്ത് ഉള്ള ഒരു വസ്തുവിനെ പിടിച്ചു വലിക്കുമ്പോൾ, ഇതിപ്പോ ലെങ്ത് ഉള്ള ഒരു വസ്തുവാണ്, ഇതിന്റെ ലെങ്ത് എല്ലാം ഇതിനെ പിടിച്ചു വലിക്കുന്നു. നമ്മൾ പറഞ്ഞു ലെങ്ത്തിൽ മാറ്റം വരുന്നു. ബട്ട് ഒന്നും കൂടി ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്തേ, ലെങ്ത്തിൽ മാത്രമാണോ മാറ്റം വരുന്നത്? ലെങ്ത് മാറുമ്പോൾ അതിനെ പിടിച്ചു വലിച്ചിങ്ങനെ നീട്ടുമ്പോൾ അത് ഇച്ചിരി ഒന്ന് അതിന്റെ തിക്നെസ് കുറഞ്ഞു പോവില്ലേ? അല്ലേ? ബിക്കോസ് അതിന് ടോട്ടൽ വോള്യം മാറാൻ പാടില്ല. സോ വോള്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് കൂടുമ്പോൾ അതിന്റെ സൈസ് കുറച്ച് കുറയും. അപ്പൊ ആക്ച്വലി ഇവിടെ 2 തരം സ്ട്രെയിൻ നടക്കുന്നുണ്ട്. ലെങ്ത്തിൽ ഇത് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ ലെങ്ത്തിൽ ഒരു ഡെൽറ്റ എൽ ചേഞ്ച് വരുന്നുണ്ട്. അതോടൊപ്പം ഇതിന്റെ റേഡിയസ്, ഇതിന്റെ ഒറിജിനൽ റേഡിയസ് 6 ആയിരുന്നെങ്കിൽ, റേഡിയസ് ആ ക്രോസ് സെക്ഷന്റെ റേഡിയസ് അത് ഒറിജിനലി 6 ആയിരുന്നെങ്കിൽ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ അതിലും ഒരു ചെറിയ ചേഞ്ച് വരും, ഡെൽറ്റ ആർ. അങ്ങനെയാണെങ്കിൽ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്നാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഡിയസിൽ വന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ, അതാണ് ഡെൽറ്റ ആർ ബൈ ആർ. അടുത്തത് ലെങ്ത്തിൽ വന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ, അതാണ് ഡെൽറ്റ എൽ ബൈ എൽ. ആ റേഷ്യോയെ വിളിച്ച പേരാണ് പോയിസൺസ് റേഷ്യോ. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയും. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും നമ്മളൊരു ഗ്രാഫിൽ വരച്ചാൽ ആ കിട്ടുന്ന കർവ് ഇങ്ങനെയാണ്. നിങ്ങളതൊക്കെ സ്കൂൾ ലെവലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഞാൻ ആ കർവിന് ചില പോയിന്റുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ചിലപ്പോൾ ഈ കർവിൽ നിന്നും ചില പോയിന്റുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും. ആദ്യം നമ്മൾ കാണുന്ന ഇതിപ്പോ ഈ സെൻട്രൽ പോയിന്റ് ഒ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒ എ ഈ ഒരു പോർഷൻ അത് സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ കാണുന്നത്? സ്ട്രെസ് അല്ലേ, നേരെ ഒരു ഗ്രാഫാണ്. അപ്പൊ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. ബോഡി ഇലാസ്റ്റിക് ബോഡിയാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുമ്പം അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഉണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി എ ടു ബി അത് ചെറിയൊരു കർവ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ബട്ട് ബോഡി സ്റ്റിൽ ഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ വിട്ട് കഴിഞ്ഞാൽ ബോഡി പഴയ പോലെ തിരിച്ചു വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടാൻ തുടങ്ങും. ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെട്ട് പിന്നീട് നമ്മൾ എവിടെ ആ ബോഡിയെ വിട്ടാലും ആ ബോഡി പെർമനന്റ്ലി സെറ്റായി പോകും. സോ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം അവിടം വരെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ. ഈ പോയിന്റിന്റെ പേരാണ് യീൽഡ് പോയിന്റ്. യീൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടം വരെ ബോഡിക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുള്ളൂ. ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ബോഡിക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് ആ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ വാല്യൂ ആണത്, മാക്സിമം സ്ട്രെസ്. ഇ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു ഫ്രാക്ചർ പോയിന്റ്. ആ ബോഡി അവിടെ വെച്ച് പൊട്ടിപ്പോകും എന്ന് അർത്ഥം. ഓക്കെ, അവസാനത്തെ 1-2 പോയിന്റുകൾ പറഞ്ഞ് നമ്മൾ നേരെ ഇനി പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ വയർ. ഒരു വയറിനെ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ, നമ്മളിപ്പോൾ സ്പ്രിങ്ങിനെ വലിക്കുമ്പോഴൊക്കെ അതിൽ എനർജി സ്റ്റോർ ആവുന്നു പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഒരു വയറിനെ പിടിച്ചു വലിക്കുമ്പോൾ സ്ട്രെയിന് കാരണം അതിലൊരു എനർജി സ്റ്റോർ ആകും. ആ എനർജി പെർ വോള്യം അതിന്റെ ഇക്വേഷൻ ആണ്, എനർജി പെർ വോള്യത്തിന്റെ ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റുകൾ നിങ്ങൾ തിയറി ആയിട്ട് ഓർത്ത് വെക്കുക.
തിയറി പോയിന്റുകൾ, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി നോക്കണം. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോവുകയാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് കടക്കുകയാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ടു വയേഴ്സ് എ ആൻഡ് ബി ഓഫ് സെയിം മെറ്റീരിയൽ ഈസ് 1:2 and the ratio of their diameters is 2:1. സോ ടു വയേഴ്സിനെ കുറിച്ചുള്ള ചില ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. ആ രണ്ട് വയറുകളുടെയും ലെങ്ത് റേഷ്യോ. അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ എയും ബിയും ആണല്ലോ അല്ലേ. സോ LA:LB എന്ന് പറയുന്ന റേഷ്യോ 1:2 ആണ്. ഓക്കെ. റേഷ്യോ ഓഫ് ദർ ഡയമീറ്റർ. ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ വയർ എന്ന് പറയുമ്പോൾ ഈ വയറിന്റെ അറ്റം നമ്മൾ നോക്കിയാൽ ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. സിലിണ്ടറിക്കൽ ആണ് നമ്മൾ വയറിന്റെ ഒക്കെ ഷേപ്പ് പറയാം. അപ്പൊ സിലിണ്ടറിക്കൽ വയറിന്റെ എൻഡ് ഒരു സർക്കിൾ ഷേപ്പാണ്. അപ്പൊ അതിന് ഒരു റേഡിയസ് ഉണ്ടാകും, ഡയമീറ്റർ ഉണ്ടാകും. ഡയമീറ്റർ റേഷ്യോ 2:1 ആണ്. അപ്പൊ റേഡിയസ് റേഷ്യോയും 2:1 തന്നെ റേഷ്യോ ആണല്ലോ അല്ലെ. അപ്പൊ റേഡിയസ് റേഷ്യോ ഞാൻ അതിനെ RA:RB എന്ന് വിളിച്ചാൽ ആ റേഷ്യോ വരുന്നത് 2:1. സെയിം മെറ്റീരിയൽ. എന്താണ് ഈ ബോഡിക്ക് സെയിം മെറ്റീരിയൽ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? നമുക്ക് ഈ ചാപ്റ്ററുകളിൽ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് കോപ്പർ വയറിന് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അയണിന് വേറൊരു വാല്യൂ ആണ്. അങ്ങനെ ഓരോ വയറുകൾക്കും ഇത് ഓരോ വാല്യൂ ആയിരിക്കും. സോ യങ്സ് മോഡുലസ് സെയിം ആണ് എന്ന് കാണിക്കാനാണ് സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. സോ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ y എന്ന് പറയുന്നത് രണ്ടാൾക്കും സെയിം ആയിരിക്കും. സെയിം. ഓക്കെ. ദേ ആർ സ്ട്രെച്ചഡ്. ക്വസ്റ്റ്യൻ വായിക്കണം ശരിക്കും. ദേ ആർ സ്ട്രെച്ചഡ് ബൈ ദ സെയിം ഫോഴ്സ്. രണ്ടിലും അപ്ലൈ ചെയ്ത ഫോഴ്സ് സെയിം ആണ്. ഒരേ ഫോഴ്സ് ഉപയോഗിച്ച് രണ്ടിനെയും പിടിച്ചു വലിക്കുന്നു. Then the ratio of increase in length. ലെങ്ത്തിൽ വന്ന ഇൻക്രീസ് എന്ന് വെച്ചാൽ ലെങ്ത്തിൽ വന്ന ചേഞ്ച് ΔL, അതിന്റെ റേഷ്യോ. അപ്പൊ ഇത്ര പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും യങ്സ് മോഡുലസിന്റെ ഫോർമുല ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തായിരുന്നു യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് എത്തട്ടെ. യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: y is equal to FL divided by A delta L. നമ്മളോട് ഡെൽറ്റ എൽ റേഷ്യോ അല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഡെൽറ്റ എൽ കിട്ടാൻ വേണ്ടി ഡെൽറ്റ എല്ലിന് ഒരു സൈഡിലോട്ടേക്ക് നമുക്ക് മാറ്റാം. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു FL divided by AY. ഇങ്ങനെയുണ്ട്. ഇതിൽ കാണുന്ന എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ. അത് നമുക്ക് πr² എന്ന് ചേഞ്ച് ചെയ്യാം. സോ FL divided by πr² into y. നമ്മൾ അങ്ങനെ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഏരിയയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ബട്ട് ഡയമീറ്റർ റേഷ്യോ, അതിൽ നിന്നും നമ്മൾ റേഡിയസ് റേഷ്യോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മളോട് ഈ ഡെൽറ്റ എല്ല് രണ്ടിന്റെയും റേഷ്യോ അല്ലേ ചോദ്യം. ആക്ച്വലി റേഷ്യോ കാണുന്ന സമയത്ത് ഇപ്പൊ ഡെൽറ്റ എല്ലില് എഫ് ഉണ്ട്, പൈ ഉണ്ട്, വൈ ഉണ്ട്. അതിൽ എഫും വൈയും ക്വസ്റ്റ്യൻ ഓൾറെഡി പറയുന്നുണ്ട് സെയിം ഫോഴ്സ് ആണ്, സെയിം മെറ്റീരിയൽ ആണ്. പിന്നെ പൈ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് ഈ മൂന്ന് ആൾക്കാരെയും എഴുതേണ്ട കാര്യമില്ലല്ലോ. കാരണം റേഷ്യോ എടുക്കുമ്പോൾ സെയിം ആയതുകൊണ്ട് അവരങ്ങ് കട്ട് ചെയ്തു പോകും. സോ നമുക്ക് വേണ്ടത് ഡെൽറ്റ എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബി എന്ന് പറയുമ്പോൾ അത് ലെങ്ത് എ ബൈ RA² divided by length B by RB² എന്ന് എഴുതാം. കാരണം നമുക്ക് വേണ്ടത് ലെങ്ത് ബൈ R² ആണ് നമുക്ക് വേണ്ടത്. ലെങ്ത് ബൈ R². അപ്പൊ ഇവിടെ ലെങ്ത് ബൈ R², അതുപോലെ ലെങ്ത് ബൈ R². എക്കും ബിക്കും കൊടുക്കണം. അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇതിനെ നമുക്ക് ലെങ്ത് എ ബൈ ലെങ്ത് ബി ഇൻറ്റു RB by RA² എന്ന് റീഅറേഞ്ച് ചെയ്തൂടെ അല്ലേ? അങ്ങനെ. ഇനി LA/LB എന്താ? LA/LB എന്ന് പറയുന്നത് 1:2 ആ. സോ LA/LBക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/2 ഇൻറ്റു RA/RB എന്താ? RA/RB 2:1 ആ. നമുക്ക് വേണ്ടത് RB/RA അല്ലേ. സോ RB/RA എന്ന് പറയുമ്പോൾ വീണ്ടും 1:2. സോ 1:2ന്റെ സ്ക്വയർ. അപ്പൊ അത് 1/4 ആവില്ലേ? 1/2 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1:8. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്. 1:8 എന്ന ഓപ്ഷൻ നമുക്കിവിടെ സി ആയിട്ട് കാണാം. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ.
റൈറ്റ് ആൻസർ ഇസ് സി. അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കോളൂ. യങ്സ് മോഡലസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നീറ്റിനൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area of cross section of a wire of length 1.1 meter. So length 1.1 meter. It is given length 1.1 meter. Area of cross section is 1 mm square ആയിരിക്കണം. അത് area of cross section is 1 mm square. ഏരിയ മില്ലിമീറ്റർ സ്ക്വയർ വരണമല്ലോ. ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് 1 kg. ആ വയറിനെ 1 kg വെച്ച് ലോഡ് ചെയ്തു എന്ന് പറയുന്ന അർത്ഥം ആ വയർ ഇങ്ങനെ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട്, ചില വാക്കുകളുടെ ഉദ്ദേശം മനസ്സിലാക്കുക. ഒരു വയറിനെ 1 kg ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വയറിനെ തൂക്കിയിട്ടിട്ട് അതിന്റെ താഴെ 1 കിലോഗ്രാം കെട്ടി തൂക്കിയിട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോഴാണ് അത് 1 കിലോഗ്രാം വെച്ച് ലോഡ് ചെയ്തു എന്ന് പറയും. ഓക്കെ, 1 കിലോഗ്രാം വെച്ച് ലോഡ് ചെയ്തു. അപ്പോൾ അതിൽ വരുന്ന മാസ് 1 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് mg ആയിരിക്കും അല്ലെ. എം മാസ് തൂക്കിയിട്ടാൽ mg എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഫോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. യങ്സ് മോഡൽസ് തന്നിട്ടുണ്ട്. ഇൻക്രീസിംഗ് ലെങ്ത് ആണ് ചോദ്യം. അപ്പോൾ നേരത്തെ സെയിം ഫോർമുല തന്നെ, ബട്ട് നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഇൻക്രീസിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ എഫ് എൽ ഡിവൈഡഡ് ബൈ എ വൈ എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? എഫ് ഫോഴ്സ് mg, m 1, g 10, ലെങ്ത് 1.1 മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ 1 mm സ്ക്വയർ. മില്ലിമീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁻6 വരൂലടാ അല്ലെ. ഒരു മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻3 മീറ്റർ ആണ്. സ്ക്വയർ വരുമ്പോൾ 10⁻⁻6 ഇൻറ്റു y എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1.1 ഇൻറ്റു 10⁻11, 1.1 ഇൻറ്റു 10⁻11. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ദെൻ 10ന്റെ പവറുകൾ നോക്കുമ്പോൾ മൈനസ് ഇവിടെ 11ഉം 10ഉം 11ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 10⁻10 വരും. 10⁻10ഉം -6ഉം കട്ട് ചെയ്താൽ 10⁻4 വരും. അത് മേലോട്ട് പോയാൽ 10⁻4 ആകും അല്ലെ. 10⁻4 10⁻4 നമുക്ക് 0.1 ഇൻറ്റു 10⁻3 എഴുതി കൂടെ? അതല്ലേ 0.1 മില്ലിമീറ്റർ. സോ ആൻസർ എന്തായിരിക്കും? 0.1 millimeter എന്ന് കിട്ടും. സോ ഇതായിരിക്കും. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയമീറ്റർ ഓഫ് ബ്രാസ് റോഡ് ഈസ് 4 mm. ഡയമീറ്റർ 4 mm. ഡയമീറ്റർ 4 mm ആണെങ്കിൽ റേഡിയസ് 2 mm അല്ലേ? ഓക്കെ, റേഡിയസ് 2 mm. റെഡി? യങ്സ് മോഡുലസ് ഈസ് ഗിവൺ 9 ഇൻറ്റു 10⁻10. ഫോഴ്സ് റിക്വയർഡ്, ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഫോഴ്സ് എത്ര റിക്വയർഡ് ടു സ്ട്രെച്ച് ബൈ 0.1% ഓഫ് ഇറ്റ്സ് ലെങ്ത്. എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അത് ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ അല്ലെ. നമ്മളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും റിലാറ്റീവ് ചേഞ്ചും പെർസെൻറ്റേജ് ചേഞ്ചും പഠിച്ചിട്ടുണ്ട്. അതാണ് ആക്ച്വലി ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. ഇവിടെ ആ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് 0.1% ആണ്. എന്ന് വെച്ചാൽ 0.1/100 ആണ്. 0.1/100 എന്ന് പറയുമ്പോൾ 10⁻³ ഉണ്ടാവും അല്ലെ. 10⁻³. അപ്പോ ലെങ്തോ ഡെൽറ്റ എല്ലോ വേറെ തന്നിട്ടില്ല, ബട്ട് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. സോ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ 10⁻³. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആണ് കാണേണ്ടത്. നമ്മുടെ യങ്സ് മോഡുലസിന്റെ ഫോർമുല എന്താ മക്കളെ? y is equal to f l divided by a delta l. അപ്പൊ എഫ് എന്താണ്? എഫ് അല്ലേ കാണേണ്ടത്. അപ്പൊ എഫ് എന്താണ്? എഫ് ഇവിടെ കീപ്പ് ചെയ്യുക, ബാക്കി എല്ലാവരെയും ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ y ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ശരിയല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y എത്രയാണ്? 9 ഇൻറ്റു 10⁻9. ഓക്കെ, എ എത്രയാണ്? ഏരിയ തന്നിട്ടില്ല, റേഡിയസ് ആണ്. സോ πr² കൊടുക്കണം. പൈ ഇൻറ്റു r 2 mm. അതിനെ സ്ക്വയർ ചെയ്താലോ 4 ഇൻറ്റു 10⁻⁻6 അല്ലെ. 2 ഇൻറ്റു 10⁻³ സ്ക്വയർ ചെയ്താൽ 4 ഇൻറ്റു 10⁻⁻6. ഇനി ഡെൽറ്റ എൽ ബൈ എല്ലോ, ഡെൽറ്റ എൽ ബൈ എൽ 10⁻⁻3. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 9 times 4 36 ആണ്. അപ്പോൾ ഇത് 36 പൈ എന്ന് വരും അല്ലെ. 36 പൈ. പിന്നെ വരുന്നത് 10⁻9ഉം 10⁻⁻9ഉം 10⁻9ഉം -9ഉം കട്ട് ചെയ്യുമ്പോൾ അത് പോയി. സോ 36 പൈ. 36 പൈ ആണല്ലോ. 36 പൈ ഇൻറ്റു 10⁻5 അല്ല,
4 mm. എവിടെയെങ്കിലും കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. ഡയമീറ്റർ 4 mm, റേഡിയസ് 2 mm ആണ്. ഡെൽറ്റ എൽ ബൈ എൽ 0.1% ആണ്. സോ 0.1/100. 0.1ഉം ഇത് മേലോട്ടേക്ക് പോകുമ്പോൾ 10⁻², 10⁻³ സോ 9 into ഇത് 10⁻10 ആണ്. 10⁻10. ഓക്കെ, ഞാൻ എന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇതിന്റെ കൂടെ 10ഉം കൂടി ഉണ്ടാവും അല്ലേ, 10ഉം കൂടി ഉണ്ടാവും. സോ 360 പൈ ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളും എക്സാം ഹാളിൽ ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ചെറിയൊരു അശ്രദ്ധ, അതൊക്കെ സ്വാഭാവികമാണ്, എക്സാം ഹാളിൽ അങ്ങനെയൊക്കെ വരും. സോ പെട്ടെന്ന് നമ്മൾ ഒറ്റയടിക്ക് മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പം തന്നെ ആൻസർ അങ്ങ് ഫൈനലൈസ് ചെയ്തേക്കരുത്. ഒന്നും കൂടിയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കി ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യാവൂ, കേട്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Young's modulus of rubber string 8 cm long and density 1.5 kg per meter cube is 5.85 into 10⁻8. Young's modulus തന്നിട്ടുണ്ട്, സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സസ്പെൻഡഡ് ഓൺ ദ സീലിംഗ് ഇൻ എ റൂം. അപ്പോൾ ഒരു വലിയ വയർ ഒരു റൂമിന്റെ സീലിംഗിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെ വയറാണ് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ദ ഇൻക്രീസിംഗ് ലെങ്ത് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് ഒരു വയറിന്റെ അറ്റത്ത് ഒരു മാസ് കെട്ടി തൂക്കിയിട്ടതാണ്. ആ വയറിന് പ്രത്യേകിച്ച് മാസമൊന്നുമില്ല, ബട്ട് അതിന്റെ താഴെ കെട്ടിയിട്ടിരിക്കുന്ന വസ്തുവിന് മാസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ഫോഴ്സ് mg ആക്കി എടുത്തത്. ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കെട്ടിയിട്ട വയറ് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കട്ടി ഒരു വയറാണ്. ആ വയറിന് അതിന്റെ സ്വയം ലെങ്ത് കൊണ്ട് വലിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാന് കുട്ടികൾ കളിക്കുന്ന സ്ലൈമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ലൈം അല്ലെങ്കിൽ ക്ലേ കൊണ്ടൊക്കെ കുട്ടികൾ കളിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ലൈമിനെ നമ്മളൊരു വടി പോലെ ആക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരറ്റം പിടിച്ചു വെച്ചാൽ അത് അതിന്റെ സ്വയം വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ലൈമൊക്കെ കൊണ്ട് കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് വലുതാവുന്നു അതിന്റെ സ്വയം വെയിറ്റ് കൊണ്ട് അത് ഇലോങ്ങേറ്റഡ് ആവാം അല്ലെ, അങ്ങനെ കാണാറുണ്ട് നമ്മൾ. അപ്പൊ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ നിങ്ങൾ തൊട്ട് മുന്നേ റൊട്ടേഷണൽ ഡൈനാമിക്സ് ഒക്കെ പഠിച്ചതാണ്, സെന്റർ ഓഫ് മാസ് പഠിച്ചതാണ്. സോ ഇത്തരം വസ്തുക്കളിലൊക്കെ നമ്മൾ പറയുക അതിന്റെ വെയിറ്റ് അതിന്റെ സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ഇതിന്റെ വെയിറ്റ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പകുതി ലെങ്ത്തിലാണ് ഈ ഇലോങ്ങേഷൻ നടക്കുന്നത് എന്നർത്ഥം. സോ സാധാരണ നമ്മൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ y is equal to FL divided by A delta L എന്ന് എഴുതുന്ന ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു 2 കൂടി ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇറ്റ്സ് ഓൺ വെയിറ്റ് കൊണ്ട് ഒരു ബോഡി ഇലോങ്ങേറ്റഡ് ആകുന്ന സമയത്ത് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ചത് യങ്സ് മോഡൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെൽറ്റ എൽ കാണണമെങ്കിൽ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AY ഇൻറ്റു 2. ഡിവൈഡ് ബൈ 2 വന്നതിന്റെ റീസൺ ഞാൻ ഒന്നുകൂടെ പറയുന്നു. അത് അതിന്റെ സ്വയം വെയിറ്റ് കൊണ്ടാണ് ഇലോങ്ങേറ്റഡ് ആവുന്നത്. അത് നമ്മൾ സെന്റർ ഓഫ് മാസിൽ എടുക്കണം. സോ ഹാഫ് ലെങ്ത്തിൽ എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ L/2 എടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സിന് നമുക്ക് mg കൊടുക്കാം, mg എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mgL ഡിവൈഡഡ് ബൈ AY ഇൻറ്റു 2. മാസ് തന്നിട്ടില്ല, പകരം ഡെൻസിറ്റി ആണ്. സോ മാസിന് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, അതാണ് മാസ്. വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത്, ഡെൻസിറ്റി ഇൻറ്റു G ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു Y ഇൻറ്റു 2. A നമുക്കിവിടെ കട്ട് ചെയ്യാം. ബാക്കി അടുത്ത പേജിലോട്ടേക്ക് എഴുതാൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എൽ രണ്ട് സ്ഥലത്തുണ്ട്, L സ്ക്വയറിനായി L 8 സെന്റിമീറ്റർ ആണ്. സോ 8 into 8 64 into 10⁻⁻4 വരും. അപ്പോൾ ലെങ്ത് 2 തവണ എടുത്തു. ഡെൻസിറ്റി 1.5. സോ ഡെൻസിറ്റി നമുക്ക് 1.5 കൊടുക്കാം, 1.5. ജിയുടെ വാല്യൂ 10 ആണ്. റെഡി? താഴെ y വരണം. y 5 into 10⁻8. സോ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 5 into 10⁻8 into 2. ഇതാണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക്
1.5ഉം 5ഉം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 0.3 വരുന്നുണ്ട്. 64ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ 32 വരുന്നുണ്ട്. 32 ഇൻറ്റു ഇത് 10 ഇൻറ്റു 0.3 3 ആണ്. 10 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ 10 ഇൻറ്റു 0.3 ആയി. 3 ഇൻറ്റു 32 അല്ലേ? 3 ഇൻറ്റു 32 എന്ന് പറയുമ്പോൾ 96 വരും. 96 ഇൻറ്റു 10⁻⁻4ഉം 10⁻8ഉം കട്ട് ചെയ്യുമ്പോൾ 4 താഴെ അതങ്ങ് മേലെ പോകും അല്ലേ? മൈനസ് ഇതും കൂടെ അങ്ങ് മേലെ പോയാൽ 10⁻⁻12 എന്നാവും. 96 ഇൻറ്റു 10⁻⁻12 അല്ലെങ്കിൽ 9.6 ഇൻറ്റു 10⁻11. സോ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേഗം നമ്മൾ ടൈം ഓൾമോസ്റ്റ് ആവുകയാണ്. നമുക്ക് പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യൻ കൂടെ വേഗം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. A force F is applied on the wire of radius R and length L and the change in the length is small l. So ഒരു വയർ ഉണ്ട്. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? റേഡിയസ് R ആണ്, ടോട്ടൽ ലെങ്ത് L ആണ്, അതിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് സ്മോൾ l ആണ്. ഓക്കെ, ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ വയർ ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് റേഡിയസ് 2R, സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. റേഡിയസ് 2R ആണ്, ലെങ്ത് 2L ആണ്. then the change in length of the wire. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ക്വാണ്ടിറ്റി റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ എഫ് എൽ ഡിവൈഡഡ് ബൈ എ ആണല്ലോ. പറയുന്നത് സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സെയിം ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ സാധനത്തെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എൽ ബൈ എ അതല്ലെങ്കിൽ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ, പൈയും നമുക്ക് മൈൻഡ് ചെയ്യണ്ട. സോ എന്തായിരിക്കും? ഡെൽറ്റ എൽ 1 ബൈ ഡെൽറ്റ എൽ 2 എന്ന് പറയുന്നത് നേരത്തെ പോലെ നമ്മൾ എഴുതിയാൽ എൽ 1 ബൈ ആർ 1 സ്ക്വയർ ബൈ എൽ 2 ബൈ ആർ 2 സ്ക്വയർ. എൽ 1 എത്ര? എൽ. ആർ 1 എത്ര? ആർ സ്ക്വയർ ബൈ എൽ 2 എത്ര? 2L ബൈ ആർ 2 എത്ര? 2R ദ സ്ക്വയർ. സോ 4R സ്ക്വയർ. എൽ കട്ടായി പോകുന്നുണ്ട്, ആർ സ്ക്വയർ കട്ടാവുന്നുണ്ട്. ഇനി ഇവിടെ ബാക്കിയൊന്നുമില്ല. 1 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇനി ബാക്കിയുള്ളത് 2/4 ആണ്. 2/4 എന്ന് വെച്ചാൽ 1/2. 1 ഡിവൈഡ് ബൈ 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഡെൽറ്റ എൽ 1 ബൈ ഡെൽറ്റ എൽ 2 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഡെൽറ്റ എൽ 1 ബൈ ഡെൽറ്റ എൽ 2 എന്ന് പറയുന്നത് 2 ആണ്. സോ ഡെൽറ്റ എൽ 2 എത്രയായിരിക്കും? ഡെൽറ്റ എൽ 2 എന്ന് പറയുന്നത് ഡെൽറ്റ എൽ 1 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ബൈ 2. ഡെൽറ്റ എൽ 1 എൽ എന്നല്ലേ തന്നിരിക്കുന്നത്. സോ എൽ ബൈ 2 ആണ്. എൽ ബൈ 2 ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. A ball falling in a lake of depth 200 meter shows 0.1% decrease in volume. 0.1% decrease in volume. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് 0.1%, 0.1/100. ഓക്കെ, എപ്പോഴാണ് ഒരു ബോളിനെ 200 മീറ്റർ ഡെപ്തിലോട്ട് കൊണ്ടുപോയപ്പോൾ, ഇതാണ് ബോൾ, ആ ബോളിനെ നമ്മൾ 200 മീറ്റർ ഡെപ്തിലോട്ട് കൊണ്ടുപോയപ്പോൾ. അപ്പൊ 200 മീറ്റർ ഡെപ്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രഷർ ആക്ട് ചെയ്യും. പ്രഷർ എന്ന് പറയുന്നതാണ് ഫോഴ്സ് ബൈ ഏരിയ, അതാണ് എച്ച് റോ ജി. ഇത് ആക്ച്വലി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു അടുത്ത ചാപ്റ്ററിലും കൂടിയാണ് നമ്മളിത് പഠിക്കുക. സോ പ്രഷർ എന്ന് പറയുന്നത് എഫ് ബൈ എ, ദാറ്റ് ഈസ് എച്ച് റോ ജി. വാട്ട് ഈസ് ദ ബൾക്ക് മോഡുലസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എഫ് ബൈ എ ബൈ ഡെൽറ്റ വി ബൈ വി എന്നാണ്. എഫ് ബൈ എ എന്ന് പറയുന്നതാണ് പ്രഷർ. സോ പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി. പ്രഷറിന് നമുക്ക് എച്ച് റോ ജി കൊടുക്കാം. സോ എച്ച് റോ ജി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് 200 മീറ്റർ, റോ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റി 10⁻³ അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. വെള്ളത്തിന്റെ ഡെൻസിറ്റി 10⁻³ ആണ്. ജി 10 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി 0.1/100. സോ 10⁻³ 10⁻³ അതുകൂടെ വേറെ പോകുമ്പോൾ 10⁻³ ആവുന്നുണ്ട്. 3 + 3 6, 6 + 2 8, 8 + 1 9, 2 × 10⁻⁹. ഓക്കെ, 2 അല്ലെങ്കിൽ 1.96 എന്ന് എഴുതാം. ഇത് ഓൾമോസ്റ്റ് 1.96 അല്ലേ? 1.96 × 3 3 6 8 10⁻⁹. 1.96ന്റെ ഒരു പോയിന്റ് നമ്മൾ കട്ട് ചെയ്താൽ 19.6 എന്ന് വരും. 19.6 × 10⁸. അത് 19.6 ആവാനുള്ള കാരണം നമ്മൾ ജി 10 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ജി 9.8 എന്ന് എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അത്തരം ക്വസ്റ്റ്യൻസോട് കൂടെ നമ്മൾ ആ ഒരു ഡിസ്കഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യൻസും തിയറിയുമാണ് നമ്മൾ കണ്ടത്.
കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. റീനീറ്റിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മടിക്കരുത്. സോ വീണ്ടും കാണാം. SL is here. Bye bye.